രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നിപ്പോൾ ജാമ്യ അപേക്ഷയിൽ കോടതി വിധി പറയാൻ പോവുകയാണ്. തിരുവനന്തപുരത്തെ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ രാഹുലുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിൽ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ പോകുന്നത്. ഈ യുവതി മുന്നോട്ട് വച്ചിരിക്കുന്ന പരാതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദേഹമാസകലം പരിക്കേൽപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ബലാത്സംഗത്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിധേയമാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് FIR ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദിസ്ന സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ദിസ്ന, ഈ രണ്ടാമത്തെ കേസിൽ ഈ പെൺകുട്ടി നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്നതായ സംഭവങ്ങളാണ്. അതായത് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് പോലും ഈ പീഡനം നിർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല എന്നൊക്കെ FIR അതോടൊപ്പം തന്നെ ഈ കുട്ടി നൽകിയിട്ടുള്ള മൊഴിയിലൊക്കെ പറഞ്ഞിരിക്കുകയാണ്. 23-കാരിയാണ്. ഇന്നിപ്പോൾ കോടതി എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുന്നത്? എപ്പോഴാണ് വിധി പറയുക? തീർച്ചയായും ഗൗതം, അല്പസമയത്തിനകം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ കേസ് പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ്. പ്രധാനമായും നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെൺകുട്ടി അയച്ച ഇമെയിലുകളിൽ വളരെ വ്യക്തമായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയാൽ തനിക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ചാണ്. കൃത്യമായി മാനസികമായും തനിക്ക് ശാരീരികമായും ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ആ വിഷമകഥകളും ആ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഒക്കെ തന്നെയും ഈ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർക്ക് അയച്ച ആ മെയിലിൽ കുട്ടി വ്യക്തമാക്കിയിരുന്നു. പിന്നീടാണ് കോൺഗ്രസ് നേതൃത്വം ഈ പരാതി പോലീസിന് കൈമാറിയത്. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നത് എന്ന് തന്നെയാണ്. പ്രത്യേക അടച്ചിട്ട കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 21-ാം വയസ്സിലാണ് ഈ പെൺകുട്ടിയെ തേടി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ഇവർ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി ആദ്യഘട്ടത്തിൽ സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു, പിന്നീട് വിവാഹ വാഗ്ദാനം നൽകുകയായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ ഒരു ജോലിയോ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും ആ മെയിലിൽ അറിയിക്കുന്നു. രാഷ്ട്രീയം മാത്രമായിരുന്നു. പിന്നീട് ഈ കോൺഗ്രസിൻ്റെ ഉയർന്ന പദവിയിലേക്ക് വരുമ്പോൾ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. ഈ വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ വിളിപ്പിക്കുകയായിരുന്നു എന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ യുവതി കേരളത്തിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ചെയ്തത് ഈ മെയിൽ വഴി തന്നെ പെൺകുട്ടിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് മൊഴി നൽകുവാൻ തയ്യാറാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൺകുട്ടിയോട് അന്വേഷിച്ചു. അത്തരത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് എന്ന് തന്നെയാണ്. കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗതം. എന്നാൽ ഇതുവരെ രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നതും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഒരു 21 വയസ്സുകാരി, ഇപ്പോൾ ആ പെൺകുട്ടിക്ക് പ്രായം എന്ന് പറയുന്നത് 23 ആ വയസ്സിനിടയിൽ അനുഭവിക്കേണ്ടി വന്ന മാനസികമായ കാര്യങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇമെയിലിൽ വൈകാരികമായി തന്നെ പെൺകുട്ടി അവതരിപ്പിച്ചിരുന്നു എന്നത് തന്നെയാണ്. ആ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം, അത്തരത്തിൽ ഇനിയൊരു പെൺകുട്ടികൾക്കും ഈ ഒരു ദുരനുഭവം ഉണ്ടാവരുത് എന്ന് കൂടി ആ മെയിൽ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. 11 മണിക്ക് കോടതി ഈ കേസ് പരിഗണിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗതം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണ പരാതിയിൽ ഇന്നിപ്പോൾ രണ്ടാമത്തെ കേസിൽ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയാൻ പോകുകയാണ്. ആദ്യ കേസിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞിരുന്നു. അതിനിടയിലാണ് ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരി തന്നെ വളരെ ഗുരുതരമായ രീതിയിൽ ബലാത്സംഗത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാക്കി എന്ന് പരാതിപ്പെടുന്നതും പിന്നീട് അതും വലിയൊരു വിവാദമായി മാറുകയും ചെയ്തത്. ഇപ്പോൾ ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയാൻ പോകുന്നത്.